ഇച്ചുകുട്ടി. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ മെറ്റേണിറ്റി ലീവിലായതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇവിടെ ഇരിക്കുകയാണ്. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരാളിവിടെ ഉറങ്ങുകയാണ്. സോ ഞാനിവിടെ വെറുതെ ഇരുന്നപ്പോഴേക്കും ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പ്രഗ്നൻസിയുടെ ടൈമിൽ നമ്മൾ വിചാരിക്കും ഇറ്റ് ഈസ് ദ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ. കുഞ്ഞുണ്ടായി കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ ടാസ്ക്. നമ്മൾ അവരെ നോക്കിയിരിക്കുക എന്നുള്ളത് നല്ല ടാസ്ക് ആണല്ലോ. അവരുടെ ഫേസിലെങ്ങാനും ഒരു തുണി വീണാലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കും. അങ്ങനെ നൈറ്റ് മൊത്തം ഇവിടെ കരച്ചിലും അതുപോലെ ഞാനിങ്ങനെ എണീറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ എന്താ പറയുക, ഉറക്കം വരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇത്രയും ലൈറ്റിൽ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. യൂഷ്വലി പകൽ അങ്ങനെ ഉറങ്ങാത്തത് കൊണ്ടിട്ട്. പിന്നെ ആകെയുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചിങ് ടൂൾ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലില്ലേ, ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പം ടീച്ചേഴ്സിന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിപ്പുരയിലാണ് ഇവിടെ ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൾ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അവളെ രാവിലെ കുളിപ്പിച്ചിട്ട് അതിൻ്റെ ബാത്ടബും കപ്പും ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ. ആഫ്റ്റർ എന്താ പറയുക, ആയുർവേദിക് തെറാപ്പിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. ആക്ച്വലി UAE ഇത് റെക്കമെൻഡഡ് അല്ല കേട്ടോ, ഈ നാൽപ്പാമരാതി ഓയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത് തൈലമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് അങ്ങനെ ആയുർവേദ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇത് റെക്കമെൻഡ് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ വി ജസ്റ്റ് പർച്ചേസ്ഡ് ഇറ്റ്. ഇന്നൂന് ഇത് തന്നെയാണ് തേപ്പിച്ചത്, അതുകൊണ്ടിട്ടാണ്. സോ ഡിസ്കളറേഷൻ ഒക്കെ കുറച്ച് മാറാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെയൊക്കെ ജെനറ്റിക്സ് ആണ് കേട്ടോ. ഇത് നാൽപ്പാമരാതി കേരതൈലത്തിൽ നമ്മൾ ഇത് 100 ml ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 10 ml കാണിക്കാം, കുങ്കുമാതി തൈലം കൂടി മിക്സ് ചെയ്യും കേട്ടോ. ഇതാണ് കോട്ടക്കലിൻ്റെ പ്രൊഡക്റ്റാണ് മേടിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ UAE ഹിമാലയയുടെ പ്രൊഡക്ട്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ നമ്മളെപ്പോഴും ഹിമാലയ പ്രൊഡക്ട്സ് ആണല്ലോ കൂടുതൽ വാങ്ങാറ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് വാങ്ങിച്ചു. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിന് ഈ ഹിമാലയ സ്യൂട്ടബിൾ അല്ല കേട്ടോ. അങ്ങനെയാണ് പീഡിയാട്രീഷ്യൻ പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഞാൻ വാങ്ങിച്ചാണല്ലോ എന്ന് ഓർത്തിട്ട് ജസ്റ്റ് തേച്ച് നോക്കി. അപ്പോൾ ഒത്തിരി ഭയങ്കര ഡ്രൈ സ്കിന്നായി മാറി കൊച്ചിൻ്റെ. അപ്പോൾ അത് നിർത്തി പരിപാടി. അപ്പോൾ ഇതാണ്. പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബാമെഡിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ സെബാമെഡിൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഈ പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ല, ആ കിറ്റിലുണ്ടായിരുന്നുകൊണ്ടിട്ട് വെച്ചു എന്ന് മാത്രം. നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ബട്ട് സ്റ്റിൽ നമ്മൾ ആരും തന്നെ പൗഡർ യൂസ് ചെയ്യാറില്ല. അതവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രീമാണ്. സെബാമെഡിൻ്റെ ക്രീമുണ്ട്, പിന്നെ ലോഷനുണ്ട്, സെബാമെഡ് ബോഡി ലോഷൻ. ദെൻ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് പറഞ്ഞോളൂ. ഹൈഡ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് ബോഡി സിറം ആണ്. ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ദെൻ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, മോയ്സ്ചറൈസറും കൂടി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ചതാണ് പ്രഗ്നൻസി ടൈമിൽ തന്നെ. പിന്നെ ഓയിൽ യൂസ് ചെയ്യുന്നത് നുന്നുവിൻ്റെ ഓയിലാണ്, ബേബി ഓയിൽ, മസാജിങ് ഓയിൽ. ഇത് ചിലപ്പോൾ ഇത് യൂസ് ചെയ്യും, ചിലപ്പോൾ ഈ നാൽപ്പാമരാതി ഓയിൽ യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തലയിൽ ഉപയോഗിക്കാനുള്ള ഓയിൽ ഇതുവരെ വാങ്ങിയിട്ടില്ല. സോ പ്ലീസ് റെക്കമെൻഡ് ഇഫ് യു നോ വിച്ച് വൺ ഇസ് ബെറ്റർ ഫോർ ഹെഡ്. This next one, Ted Baker Lenten Nourishing Hand and Nail Balm. This is also good as a gift. ഇതെല്ലാം കുഞ്ഞാപ്പിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഒന്നും അടുക്കി വയ്ക്കാൻ സമയം കിട്ടില്ല, എല്ലാം ബോക്സിലൊക്കെ ആക്കി വെച്ചേക്കാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഓപ്പൺ ദിസ് വൺ. ഇതാണ് പൊട്ടിച്ച് നോക്കാത്തത്. ദിസ് ഇസ് അവർ ബാഗ്. ഇത് ഡയപ്പർ ബാഗാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. സി മെഡി ക്ലിനിക് ബേബിയോ നമുക്ക് ഓക്കെ. മെഡി ക്ലിനിക് ബേബി ഇത് കാക്കൻ്റെ ഫ്രണ്ട് എന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഇന്നലെ നൈറ്റാണ് കൊണ്ടുവന്നത്. സോ ഐ ഡിഡ്ന്റ് ഓപ്പൺ.
ഇതെന്താണെന്ന് ലാസ്റ്റ് നോക്കാം. ഓ, ബേബീൻ്റെ ഡ്രസ്സുണ്ട്. ഇവിടെ കൂടുതലും ഇങ്ങനത്തെ ഡ്രസ്സസാണ് യൂസ് ചെയ്യണേ, കൈയും കാലൊക്കെ കവർ ചെയ്യണേ. ഇതിപ്പോൾ കാല് കവർ ചെയ്യുന്ന ടൈപ്പ് അല്ല, എന്നാലും സ്റ്റിൽ വി ക്യാൻ യൂസ് ഇൻ ദിസ് ഏജ്. പിന്നെ തന്നെ എന്തായിരുന്നു? ഓക്കെ, ദിസ് വൺ ഡയപ്പർ റഷിൻ്റെ ക്രീമാണ്, സ്മോൾ പാക്കറ്റ്സ്. പിന്നെ hat. Then wow, this is really useful. ഒരു തെർമോമീറ്റർ ഉണ്ട്. പിന്നെ എന്തായിരുന്നു? ഹലോ വേൾഡ്. ഓക്കെ, ഇത് കുഞ്ഞാവുണ്ടാകുന്ന സമയത്ത് കിട്ടുകയാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. പേരൊക്കെ എഴുതി, ഡേറ്റ് എഴുതി, ടൈം, വെയിറ്റ്, ഇതൊക്കെ എന്തായാലും എഴുതി നോക്കണം കേട്ടോ. എഴുതിയിട്ട് ഞാൻ കാണിക്കാം. ഇറ്റ്സ് സോ ക്യൂട്ട്. Then they have given some discount cards for us. കോട്ടക്സിൻ്റെ ഇതിൻ്റെയൊക്കെയാണ്. ഹഗീസ്. പിന്നെ വീണ്ടും ഉണ്ട് ഉടുപ്പ്. ഇതും സെയിം ടൈപ്പ് തന്നെ, കളർ ചേഞ്ച് ആണ് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും അധികം യൂസ് ഉള്ള ഒന്നാണ് ഈ ഒരു ബേബി വൈപ്സ് എന്ന് പറയുന്നത്. എത്ര എണ്ണം അവൾ തീർത്തു എന്നറിയോ? എത്ര പെട്ടെന്ന് തന്നെ. ന്യൂ ബോൺ ആകുമ്പോൾ ഇഷ്ടം പോലെ ഈ ഒരു വെറ്റ് ടിഷ്യൂസും ഡയപ്പേഴ്സും ആവശ്യമുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ ഇതിൻ്റെയൊക്കെ പാൻസ് ഉണ്ട് കേട്ടോ, പാൻസ് ഉണ്ട്. ദെൻ ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ക്രീം തന്നിട്ടുണ്ട്. സ്മോൾ സാമ്പിൾ പാക്കറ്റ്സ്. ഹാറ്റ് അഗെയിൻ. ദെൻ ബബിൾ ബാത്ത്. കുഞ്ഞിൻ്റെ ബബിൾ ബാത്താണ്. ഓക്കെ, വിത്ത് കെമോമൈൽ ഫ്ലവർ ആണല്ലേ. സോ ഇറ്റ് ഈസ് സോ ഗുഡ് ആക്ച്വലി. പിന്നെ കുറേയധികം ഇതുപോലത്തെ ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. കുഞ്ഞിൻ്റെ ഡയപ്പറൊക്കെ മാറ്റുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും ഇത്. ഓക്കെ, അപ്പോൾ നിലത്തൊന്നും ആവില്ല, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ദെൻ ദിസ് ഈസ് ഓൾസോ വെരി വെരി യൂസ്ഫുൾ. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡയപ്പർ പെട്ടെന്ന് മാറാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത് കേട്ടോ. പെട്ടെന്ന് എടുക്കുക, അൺഫോൾഡ് ചെയ്യുക, യൂസ് ചെയ്യുക, തിരിച്ച് വെക്കുക. ഈ ഒരു സംഭവം കൂടി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡയപ്പർ മാറാനായിട്ട് പറ്റും. സോ ഹെൽപ്ഫുള്ളാണ്. പിന്നെ അവർ ബെനഫിഷ്യൽ ആയിട്ടൊരു സാധനം കൂടി തന്നിട്ടുണ്ട്. പ്രഗ്ന കെയർ ആണ്. ഇത് മൾട്ടി വൈറ്റമിൻസ് ആണ് ആക്ച്വലി. നമ്മളിപ്പോൾ പ്രഗ്നൻറ്റ് ആയ സമയത്ത് ഇത് കഴിക്കാറുണ്ടായിരിക്കും, മൾട്ടി വൈറ്റമിൻസ് ഒക്കെ. ബട്ട് ഈവൻ ആഫ്റ്റർ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം. ഒരു 1 year എങ്കിലും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. സോ ദ സെയിം പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് റിയലി റിയലി ഹെൽപ്ഫുൾ. സോ ഇതാണ് ചെറിയ അൺബോക്സിങ് കഴിഞ്ഞു. ഇനി തിരിച്ച് എല്ലാം എടുത്ത് വയ്ക്കട്ടെ. നാട്ടിൽ നമുക്ക് കൂടുതലും ഒരേ ഒരു ഷെയ്ഡിലുള്ള അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ഡയപ്പേഴ്സ് അല്ല കിട്ടുക. ഇവിടെ വെറൈറ്റി ഡയപ്പേഴ്സാണ് കേട്ടോ. ഐ ലവ് ദിസ് ഡയപ്പർ. സീ, കണ്ടോ, നല്ല രസത്തിൽ കാണാനായിട്ട്. പൈനാപ്പിൾ ഡയപ്പേഴ്സ്. ഇത് വേറെ ഡയപ്പറാണ് കേട്ടോ, ക്ലൗഡ്. എങ്ങനെയുണ്ട്? അപ്പോൾ അവസാനം ഇത് ഡയപ്പർ വ്ളോഗായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആസ് എ മമ്മ നമ്മൾ വേറെ എന്താണല്ലേ കൂടുതൽ ഫാസിനേറ്റ് ആവേണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെയാണ് നല്ല എൻജോയ്മെൻറ്റ്, നല്ല കളർഫുൾ ആയിട്ടുള്ള സ്നഗീസ്. വാ, ഇതുവരെ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ആ പാക്കറ്റ് തന്നെ ഉണ്ടായിരുന്ന ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ടായിരുന്നു. സീ ദിസ് വൺ. ഇതെന്താണ്? സീബ്ര തോന്നല്ലേ? ഇതേതാ? എംപ്ലേ ലയൺ ആണ് കേട്ടോ ഇത്. 0+ മന്ത്സിൻ്റെയാണ്. സുധേ, ഇതൊരു കളിപ്പാട്ടം. ഇതൊന്നും ആയിട്ടില്ല, ഇപ്പോൾ 22 ഡേയ്സേ ആയിട്ടുള്ളൂ കുഞ്ഞുണ്ടായിട്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ കളിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ലുക്കിംഗ് നൈസ്. ഇത് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മുടെ മറ്റേ സിനിമയിലെ, അയ്യോ ആ സിനിമയുടെ പേരെന്താണ്? മൗഗ്ലി.
മൗഗ്ലി ഫിലിമിൽ ഇങ്ങനെ വരുന്നൊരു സ്നേക്കില്ലേ, മൗഗ്ലിയെ പിടിക്കാനായിട്ട് വരുന്നത്, ആ സ്നേക്ക് പോലുണ്ട് ഇത് കണ്ടിട്ട്. ബട്ട് ആക്ച്വലി ഇറ്റ്സ് എ സീ ഹോഴ്സ്. ഓ, നമ്മൾ ഈ ഐറ്റം ഓപ്പൺ ആക്കാൻ മറന്നുപോയില്ലേ. ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. കിട്ടി, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് കുഞ്ഞിനെ കിടത്തുന്ന ടർക്കിയാന്ന് തോന്നുന്നു. Let me see. ബാത്തിങ്ങിൻ്റെ ടർക്കിയാന്ന് തോന്നുന്നു കേട്ടോ. ടങ്കീസ്. അതെ ഏട്ടാ, ടർക്കിയാണ്. ബാത്ത് ചെയ്തിട്ട് ഒതിഞ്ഞു പിടിക്കുന്ന ആ ഒരു ക്ലോത്താണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നൈസ്. ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് ഇന്നോസ് ട്യൂഷന് പോയിക്കുമായിരുന്നേ. ഇപ്പം എത്തിയിട്ടുണ്ട്. ഇന്നോസിന് ബേബീനെ നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. ഭയങ്കര ടേക്കിംഗ് കെയർ ഒക്കെയാണ്. ഇപ്പോഴത്തെ സ്കൂൾ വർക്കാറായി 2 ദിവസം കൂടി ഉള്ളു ഇനി സ്കൂൾ വർക്ക് അല്ല ഇന്നു. സോ ഇന്നോസ് ലേണിംഗ്, റിഫ്രഷിങ് ദ തിങ്സ്. ഇനി എത്രാം ക്ലാസ്സിലേക്ക് ഉണ്ട്? ഇയർ 2. ഇതിപ്പോൾ നൈറ്റിക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു ഗിഫ്റ്റായിട്ടാണ് വന്നത്. ഇതുണ്ടോ, സൂപ്പർ അബ്സോർബൻസി ഡിസ്പോസിബിൾ അണ്ടർ പാഡ്സ് ആണ് ആക്ച്വലി. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ചെയ്യാം. ഡിസ്പോസിബിളാണ്. അപ്പോൾ വാഷ് ചെയ്തെടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി തണുപ്പായതുകൊണ്ട് കുട്ടികൾക്ക് അധികം ഇഷ്ടമാവില്ലല്ലോ, അവർ കരയാൻ തുടങ്ങും. ഇതാകുമ്പോൾ നല്ല ഡ്രൈ ആയതുകൊണ്ടിട്ട് നമുക്കതിൽ കിടത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ അപ്പോൾ യൂറിനൊക്കെ പാസ്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് അബ്സോർബായി പൊക്കോളും. നമ്മൾ ഓൾറെഡി ഡയപ്പർ ഇടുമല്ലോ, എന്നാൽ കൂടി ചിലപ്പോൾ അങ്ങനെ വരാമല്ലോ നൈറ്റൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാനുള്ള പാഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഡയപ്പർ സെറ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഡിസൈൻ നോക്ക്, സീബ്ര. പിന്നെ ഒരു എലിഫൻ്റ് ഉണ്ട് കേട്ടോ, എലിഫൻറ്റിൻ്റെ ടോയ് ഉണ്ടായിരുന്നേ. ഹലോ, ഓ മൈ ഗാഡ്, അവള് വേറെ മൂഡിലാണ്. നോക്കട്ടെ നോക്കട്ടെ. ഈ ടോയ്സ് കിട്ടിയതായിരുന്നേ. ഇന്ന് ആരാ ഇതിൻ്റെ ഓണർ ആക്ച്വലി? ഹാപ്പി? ഇതിപ്പോൾ ആക്ച്വലി പിറ്റേ ദിവസമാണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഫ്രണ്ട്സൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ ഷീൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളതെന്ന്. ഉള്ളിൽ ഇത് കുഞ്ഞാപ്പിൻ്റെ കുപ്പിയാണ്. പോരുന്നത് ഇല്ല, അത് അറിയാലോ, കുഴപ്പമില്ല. ഇത് ഓപ്പണും അല്ല, ഇത് കുഞ്ഞാപ്പിൻ്റെ കുപ്പിയാണ് ആക്ച്വലി. ഈ കുപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കുപ്പിയാണ്. ഇപ്പോൾ ന്യൂ ബോൺസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീഡിങ് ബോട്ടിലാണ്. ഇതിൻ്റെ അകത്ത് ഇതുപോലെ വേറൊരു ഹോൾ ഉണ്ടാവും, ഒരു പൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസ് ഫോം ചെയ്യില്ല. കുട്ടികൾക്ക് അങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല ഇത് യൂസ് ചെയ്യുമ്പോൾ. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് യെസലീനോ എന്നാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്.
കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് ഇപ്പോൾ ന്യൂ ബോൺ ആയതുകൊണ്ട് 60 to 70 ml ആയിരിക്കുമല്ലോ കുടിക്കുക ഫസ്റ്റ് മന്തിലൊക്കെ. സോ ഇത് മാക്സിമം 80 വന്നിട്ടുള്ള ബോട്ടിലാണ്. ബട്ട് സ്റ്റിൽ ഇത്രയും കൂടി വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. കുറച്ചും കൂടി വലുതായിട്ട് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു നിപ്പിളിൻ്റെ ഏരിയയും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് ഇന്നൂസിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. സ്കൂളിൽ ഗോൾഡ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ നോർമലായിട്ട് ഇതേപോലെ ഹാങ്ങിങ് കമ്മൽ ഉപയോഗിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചും കൂടി വലിയ സൈസാണ് വന്നത്. കാണാൻ പറ്റുന്നില്ല എവിടെ വെച്ചിട്ട്. ജ്യൂസ് ഇതിപ്പോൾ ഞാൻ ഇട്ടോളാം ഈ ജ്യൂസും ഇതൊക്കെ കുപ്പിയൊക്കെ. ഇതുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കമ്മലാണ്. ടെഡി ബെയർ, ക്യൂട്ടായിട്ടുള്ള റാബിറ്റ്. ഇതെന്താ സംഭവം? ലോലിപോപ്പാന്ന് തോന്നുന്നു. ക്യാൻഡി, ജ്യൂസ് ബോട്ടിൽ. ക്ലിയർ അല്ലാന്ന് തോന്നുന്നു ഇത് കാണാൻ. എന്താ ക്ലിയർ ആവാൻ? Which one is your favorite? Mine is juice bottle. അമ്മച്ചിക്ക് ഏത് ഇഷ്ടപ്പെട്ട? ഇതാ ഇത് ക്യാൻഡി. ഇത് ക്യാൻഡി പൊതിയുള്ള ക്യാൻഡി. പക്ഷെ എനിക്ക് ജ്യൂസ് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് കാലസ് റിമൂവർ ആണ്. ആക്ച്വലി പ്രഗ്നൻസി ടൈമിൽ വെയിറ്റ് കൂടിയപ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത് ഇതാണ്, കാലസ് ഇഷ്യൂ. ഇത് ഇലക്ട്രിക്കിന്റെ കാലസ് റിമൂവർ ആണ്. മാറ്റി വെച്ചത് വന്ന് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഇതിന്റെ പൊതി കാണുമ്പോ തന്നെ ഇപ്പൊ ഇടി വയ്ക്കല്ലെങ്കിൽ. ഇതാണ് കേട്ടോ കാലസ് റിമൂവർ എന്ന് പറയുന്നത്. ഇതിന്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ കണ്ടോ, ഇതുപോലെ. അപ്പൊ നമ്മളിട്ടിങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഉപ്പൂറ്റിയിലൊക്കെ ഉപ്പൂറ്റിയൊക്കെ പോകാനല്ല. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ സ്മൂത്തൻ ചെയ്യാനുള്ളതായിരുന്നു തോന്നുന്നു. ഇത് നല്ല റഫായിട്ടുള്ളതാണ്. ഇത് റഫായിട്ട് ഉള്ളത്. അതിൻ്റെ റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബാറ്ററിയാണ് ആക്ച്വലി. ഇലക്ട്രിക്കലി കുത്തിയിട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ അതിലും കുറച്ചും കൂടി ബെറ്റർ ബാറ്ററി ആണെന്ന് തോന്നി. ദിസ് ഈസ് ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്. മറ്റെന്ത് ഒളിപ്പിച്ച് വെച്ചേക്കുക. പിന്നെ ഇത് ബ്രസ്റ്റ് പമ്പാണ്. ഏതിൻ്റെ ഇത് നമ്മൾ വാങ്ങിച്ചത്? ഇത് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ എന്താണ് ആഫ്റ്റർ പ്രഗ്നൻസി നമ്മൾ ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തല്ലോ, അവിടുന്ന് അവർ പറഞ്ഞ ബെൽറ്റാണ് കേട്ടോ. ഇത് 3 ടയർ ബെൽറ്റാണ്. ഇത് പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറി ഇതാണ് ഏറ്റവും ബെനിഫിഷ്യൽ എന്നാണ് അവർ പറഞ്ഞത്. 3 ടയറാണ്. അപ്പോൾ മുകൾ ഭാഗവും അതുപോലെ വയറിൻ്റെ ഭാഗവും ബോട്ടത്തിൽ നിന്നും സപ്പോർട്ടുണ്ട്. അപ്പോൾ നല്ല സപ്പോർട്ടുള്ള ടൈപ്പുള്ള 3 പീസസ് ആയിട്ടാണ് ബെൽറ്റ് വരുന്നത്. ഈ ടൈപ്പ് ബെൽറ്റാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മുടെ സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സെൽഫി സ്റ്റിക്ക് ഇത് ഷീനിലാണ് കേട്ടോ. ഷീനിൽ വളരെ പൈസ കുറവിൽ ഈ ഒരു സെൽഫി സ്റ്റിക്ക് അവൈലബിൾ ആണ്. 12 ദിറത്തിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഓഫറിലുണ്ടായിരുന്നു. ആക്ച്വലി ആരെങ്കിലും യൂട്യൂബൊക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇതുപോലത്തെ ഈ ഒരു ഷീനിൽ നിന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് എടുത്താൽ മതി. അറിയില്ല ഇത് എവിടുന്നാ കറിഞ്ഞൂടാ, ഇത് എവിടുന്നാ കിട്ടിയ ആന്ന് തോന്നണു. ഷീനിലാന്നാ തോന്നണേ. നിന്റെ മുഖത്തൊക്കെ എന്താണ് ഇത് ഒട്ടിച്ചേക്കണ? ഇത് ഫാഷനായിട്ട് ഒട്ടിച്ചിട്ടാണ് പോയതൊക്കെ. ഞാനിത് കണ്ടില്ലല്ലോ ഈ ഫേസിലൊക്കെ ഇതൊക്കെ പൊട്ടിച്ചു വെച്ചു. ഇത് ആമസോൺ അല്ല ഇത്.
അല്ല ഞാനാ മേടിച്ച. ഷീനിന്ന് ഓർഡർ ചെയ്താ. ഇത് ഇന്നൊക്കെ വേണോ? ഇതോ? ഇത് പാസിഫയർ ആണ് കേട്ടോ. കുഞ്ഞു പിള്ളേരുടെ മുഖത്തിൽ വെക്കാൻ പറ്റുന്ന. ന്യൂ ബോൺസിനെ ആണെങ്കിലും നമ്മൾ ഇപ്പം നൈറ്റ് ഉറങ്ങുന്ന സമയത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണെന്നാണ് പറയണത്. ഇപ്പോൾ പാസിഫയർ വാങ്ങുമ്പോൾ സെലക്ട് ചെയ്യണം. ഇതുപോലത്തെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനത്തെയാണ്. അതാ ഇത് കണ്ടോ, ഈ ടൈപ്പ് നിപ്പിള് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പാസിഫയർ ആണ് കേട്ടോ ആക്ച്വലി. നൈസാണിത്. അയ്യേ ഇന്ന് ബിഗ് ഗേളാ. ഇത് നോക്കി ഞാൻ വീട്ടിൽ വെക്കട്ടെ. എല്ലാരും കാണട്ടെ, എല്ലാരും കാണട്ടെ. ഏതാ ഇത്? നോക്കിട്ടെ, അത് എങ്ങനെ നോക്കിട്ടെ. സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ആയിരുന്നു തന്നെ. ഇതുണ്ടല്ലോ ഇപ്പൊ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണിച്ചത്. എന്താ ഒരു സർപ്രൈസ് ഉണ്ട് നിനക്ക്. കണ്ണടച്ചാ തരാം. അത് താ ഫസ്റ്റ്. ഇത് ID കാർഡിലൊക്കെ തൂക്കിയിടുന്നതല്ലേ പിള്ളേര്, നീ കണ്ടിട്ടില്ല? ഇത് സ്പീഡില് കണ്ടോ? ഇത് കണ്ടോ, ഇതിങ്ങനെ സ്പീഡ് കൂട്ടാട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ണടക്ക് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല. നോക്ക്, ഇത് നോക്കിയ ഇതിലേതാ ഇഷ്ടപ്പെട്ട? നിന്റെ ഫേവറേറ്റ് ഏതാ? ഇതിന്റെ ചാർജർ ഉണ്ടല്ലോ, അതെന്ത് അറിഞ്ഞൂടാ. സ്കൂളിൽ ഇടാൻ മേടിച്ച, പക്ഷെ ബിഗ് സൈസ് ആയി പോയി. എന്താ പറയോ? Juice. My favorite is which one? Can you guess which one is my favorite? എല്ലാം പിങ്കാ. ഏതാ ഫേവറേറ്റ്? Juice and chips and marshmallows. ആണോ? അതോ? Lollipops. Rabbits. Teddy bear. Which one is your favorite? All. ഇത് ഇതിന്റെ ചാർജർ വയർ. ഇല്ല, ഇതൊന്നിന്റെ അല്ല. ഓക്കെ, എടുത്തോ. ആയിക്കോട്ടെ. ഇത് നമുക്ക്, ഇത് ഫോൺ സ്റ്റാൻഡ്. ടാബും വെക്കാം. ഓക്കെ. പോയി. അത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയതാ മിനിസ്ട്രി ഇൻസ്പെക്ഷൻ്റെ ടൈമിൽ. അപ്പോൾ പിള്ളേരുടെ എല്ലാം വെയിറ്റ് ഒക്കെ നോക്കി അങ്ങനെ ഇതാക്കി എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ അത് അങ്ങനെ പൊട്ടിപ്പോയത്. ചില്ലിൻ്റെ ആയിരുന്നു. നിന്റെ ഫോണിന്റെ കവറാണ്. Which one? This one. I'll take this. Give me. Oh, your baby need to. Va. Ta. മിറർ ഇൻ ദ മിസ്റ്റ്. ഇതിൻ്റെ യൂസ് എന്താണെന്നറിയോ? ഇപ്പോൾ സെൽഫ് വ്ളോഗ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് ബാക്ക് ക്യാം യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് മിറർ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും. ഈ ക്യാമറയിലേക്ക് നോക്കി വേണമല്ലോ നമുക്ക് സംസാരിക്കാനായിട്ട്. സോ ഇപ്പോൾ എൻ്റെ മറ്റേ ചാനലുണ്ടല്ലോ, ടീച്ചിങ് ടൂൾ ബോക്സ്, അതിൻ്റെ അകത്തും വീഡിയോസ് ഞാൻ എപ്പോഴും ഫോണിലാണ് എടുക്കണേ. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല ക്ലാരിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്ക് സൈഡിൽ മിററുള്ള ക്യാമറ എടുക്കുകയാണ്, സോറി കവർ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഓക്കെ. ഇത് കുഞ്ഞു പിള്ളേരുള്ള ഏറ്റവും യൂസ് ഉള്ള തെർമോമീറ്റർ ആണ് ആക്ച്വലി. ഇത് മറ്റേ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുമല്ലോ, അതുപോലത്തെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ഇത് എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. ന്യൂ ബോൺസ് ഉള്ളവരൊക്കെ മസ്റ്റായിട്ട് ഇത് വാങ്ങിക്കണം കേട്ടോ. ഇതതുപോലെ ഇത് മിൽക്ക് കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ പാലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലീക്കൊക്കെ വരുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കളക്ട് ചെയ്തിട്ട് ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കപ്പാണ് കേട്ടോ ഇത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലത്തെ ഒരു ഹോളുണ്ട്. സോ ഇങ്ങനെ കളക്ട് ചെയ്യാം, വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മൊത്തം മെസ്സായി. ഞാൻ ഇടണോ? കമ്മലിടണോ? ഒരു കാത് പൊട്ടിയിട്ടുണ്ട്.
ഇത് ഇപ്പോഴത്തെ അത്യാവശ്യമുള്ള സംഭവം. കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിൻ്റെ ആവശ്യമില്ല. അതില്ലെങ്കിലും ദേ കമ്മലിടാൻ പറ്റില്ല. അപ്പം ആഫ്റ്റർ ഡെലിവറി വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ആവുന്നുണ്ടോ എന്ന് അറിയാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയത്ത്. അവരുടെ വെയിറ്റ് ഗെയിൻ ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം കുട്ടിയെ അപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കുഞ്ഞിനെ കൊണ്ട് വെയിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ വെയിറ്റ് നോക്കുക, മൈനസ് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് പിന്നെ ഓൺലൈനിൽ നോക്കിയാൽ മതി വെയിറ്റ് ഇൻക്രീസ് ആവണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. സോ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ഫുൾ വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഡിഫറെൻറ്റ് പ്രൊഡക്റ്റൊക്കെ കാണിക്കുക അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നത്തിങ് എൽസ്. വീട്ടിലിരിക്കുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ഡേയുടെ അപ്ഡേഷനൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. ബൈ.